അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മുടെ വീട്ടിൽ പുതിയൊരു വണ്ടി കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു കാറ് ഇവിടെ ഉണ്ട്, ബെലോനോ. ഇപ്പോൾ പുതിയതായിട്ടൊരു ജിംനി കൂടെ വാങ്ങിച്ചിട്ടോ. മാരുതി സുസുക്കിയുടെ തന്നെ ജിംനിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് സർപ്രൈസ് ആയിട്ട് ഷോറൂമിൽ നിന്ന് ഒരു വീട്ടിൽ വന്നിട്ടാട്ടോ ഡെലിവറി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷോറൂമിൽ നിന്ന് ഉള്ള ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇത് പോയി എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം നാട്ടിൽ ഏട്ടനില്ല, പിന്നെ എൻ്റെ ബ്രദേഴ്സ് രണ്ടാളും നാട്ടിലില്ല. അപ്പോൾ അവരൊക്കെ UAE-യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഷോറൂമിൽ വീട്ടിൽ വന്ന് ഡെലിവറി ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് വാങ്ങിക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ ഡെലിവറി അപ്പോൾ ഉണ്ടാവും എന്നുള്ളത് അറിയില്ലായിരുന്നു. സർപ്രൈസായിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നേരം കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് പൂജിച്ച് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഓടിക്കണ്ടേ, കുട്ടികൾക്കൊന്ന് ഒരു സന്തോഷമൊക്കെ ആവേണ്ട, ഒന്ന് പാലക്കാടൊക്കെ പോയി ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അന്ന് രാവിലെ തന്നെ പാറശ്ശേരിക്കാവട്ടെ ശ്രീ മൂകാംബിക ക്ഷേത്രം, അതായത് പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടിൽ പെരിങ്ങോട് കഴിഞ്ഞ ഉടനെ, അതേപോലെ പാറശ്ശേരി സ്റ്റോപ്പ് കഴിഞ്ഞ ഉടനെ നമുക്ക് പാറശ്ശേരിക്കാവട്ടെ റോഡ് സൈഡിൽ, മെയിൻ റോഡിൻ്റെ സൈഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് പിന്നെ അവിടെ വണ്ടി പൂജിക്കാനുള്ള ഷീട്ടാക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ തൊഴുത് പുറത്ത് വന്നപ്പോഴേക്കും പൂജാരി വണ്ടിയൊക്കെ പൂജിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ലച്ചു, അച്ഛനും അമ്മയും ഞാനും കൂടെയാണ് കേട്ടോ പോയത്. അപ്പോൾ വണ്ടിയൊക്കെ നന്നായി പൂജിച്ച് കഴിഞ്ഞു. അപ്പോൾ പൂജിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യക്കുട്ടിയാണ് കേട്ടോ ദക്ഷിണയൊക്കെ കൊടുക്കുന്നത് പൂജാരിക്ക്. അപ്പോൾ അവളാണല്ലോ നമ്മളെ കുഞ്ഞിക്കാരനവർ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവളുടെ അടുത്ത് ദക്ഷിണ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവളാണ് പൂജാരിക്ക് ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഉണ്ടാവും ഓം എന്നൊക്കെ എഴുതി ചാവിയൊക്കെ വെച്ച്, അപ്പോൾ ചാവി അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചും പൂജിച്ചു, പുറത്തുനിന്നും പൂജിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വരികയാണ്. പുതിയ വണ്ടി ആയതുകൊണ്ട് എനിക്ക് ആദ്യം ഞാൻ ബൊലോറോ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഫീലാണ് തോന്നിയത്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു വണ്ടിയായിരുന്നു, കുറച്ചും കൂടി നല്ല കംഫർട്ടായിട്ട് പോകാനും. അതിൽ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ബമ്പറും കുറച്ച് നല്ല വണ്ടിയായിരുന്നു അത്. പിന്നെ ഏട്ടൻ പോകുമ്പോൾ ഗൾഫ് പോകുമ്പോൾ അത് വെറുതെ വീട്ടിൽ ഇടണ്ട, എല്ലാ വണ്ടിയും കൂടി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞങ്ങളത് കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടി ഓടിച്ചപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഹൈറ്റൊക്കെ കുറച്ച് നല്ല സീറ്റിങ്ങൊക്കെ ആയപ്പോൾ നല്ല വണ്ടിയാണ് കേട്ടോ ഓടിക്കാൻ. അപ്പോൾ ഇത് അനിയൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ആദ്യം ലച്ചുനും ഡാൻസിന് പോകണം, അത് ഏട്ടൻ്റെ വീടാണ്. അപ്പോൾ പെട്ടെന്ന് ഇവിടെ പുതിയ വീടാണ് കേട്ടോ. അത് മിറ്റൊക്കെ കുറച്ച് ശരിയാക്കാണ്ട്, അങ്ങനെ പണികൾ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം ലച്ചും ഡാൻസിന് പോകാൻ സെറ്റായി. അവരെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടായിട്ടോ. ശ്രീലക്ഷ്മി നൃത്തകലാലയത്തിലാണ് അവർ പഠിക്കുന്നത്. ഇത് അവരുടെ വീടിൻ്റെ ഫ്രണ്ടാണ്, കുറച്ച് അതിൻ്റെ തൊട്ടപ്പുറത്താണ് അതിൻ്റെ ഡാൻസിൻ്റെ കേട്ടോ. അപ്പോൾ അവർ ഡാൻസ് പഠിപ്പിക്കാനും ഞാൻ അവരെ ശല്യം ചെയ്യാനൊന്നും പോയില്ല. അങ്ങനെ ഡാൻസിൻ്റെ അവിടെ പോയൊക്കെ കൂട്ടിക്കൊടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇവിടെ നമ്മുടെ കുറച്ച് കോഴികളും നായി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് റെഡിയായി ഞങ്ങൾ പാലക്കാട് പോകണ്ട. അപ്പോൾ ഞാൻ അവർ വേഗം വണ്ടിയിൽ കയറി ഇരിക്കണം. അപ്പോൾ ഞാൻ വണ്ടിയുടെ 4 ഭാഗം ഒന്ന് വീഡിയോ എടുക്കാം കേട്ടോ. ഈ സ്റ്റെപ്പിന് വെച്ചിട്ടുള്ള ആ ഒരു പാക്കിങ് അത് നല്ല ഇഷ്ടമായിട്ടോ എനിക്ക്. അതുപോലെ ബ്ലാക്ക് കളറാണ്. അപ്പോൾ കളറും പെട്ടെന്ന് പൊടി പിടിക്കും, ആ ഒരു പ്രശ്നം മാത്രമേ തോന്നിയുള്ളൂ. ഒക്കെ അടിപൊളി വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാലക്കാട് പോവാണ്. പാലക്കാട് ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ടല്ലോ, സ്റ്റേഡിയം സ്റ്റാൻഡിൽ ഫ്ലവർ ഷോ, അതിൻ്റെ അപ്പുറത്ത് ഒരു വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളത് നിർത്തുന്നതിൻ്റെ മുന്നേ, ഇപ്പോൾ അത് നിർത്തിയോന്ന് എനിക്കറിയില്ല, അതിന് മുന്നേ എടുത്ത് വെച്ചാൽ കേട്ടോ, എഡിറ്റ് ചെയ്യാൻ വൈകിയതാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു, അമ്മ പാറശ്ശേരിയിൽ നിന്ന് കയറി. പിന്നെ നമ്മൾ പാലക്കാട് എത്തി, വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത്. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. നല്ല തിരക്ക് പറഞ്ഞാൽ കുറച്ച് നല്ല തിരക്കുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഫ്ലവറൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് പോയത്. അത് കഴിഞ്ഞിട്ട് കണ്ടിട്ട് വെള്ളച്ചാട്ടവും ഒക്കെ ഉള്ള ആ ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ ആദ്യം പോണത്. ആദ്യം നമ്മൾ ഫ്ലവർ ഷോൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 150 രൂപയാണ്. 5 വയസ്സ് മുതൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അങ്ങനെ കുട്ടികൾ 5 വയസ്സ് താഴെയുള്ള കുട്ടികൾ കാണിച്ചാൽ വേണ്ട, 5 വയസ്സിന് മുകളിൽ എല്ലാവർക്കും കൊടുക്കണമെന്ന് അവർ പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് അധികമായിട്ട് തോന്നി. ഫുള്ള് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ ഉണ്ടാവില്ല, നമുക്ക് തുണിയുടെ ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ കൊണ്ടാണ് മൊത്തത്തിൽ. പിന്നെ ഈ ഒരു ഇതിലൊക്കെ കയറണമെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള അങ്ങനെയുള്ള ഇതിലൊക്കെ കയറാൻ വേറെ സ്പെഷ്യലായിട്ട് വേറെ പൈസ, ഓരോന്നിനും 30 രൂപ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. ഞങ്ങളതിൽ കയറാനൊന്നും പോയില്ല. അപ്പോൾ അതിന് വേറെ കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു 150 രൂപ കേട്ടോ. വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഉള്ളത് അവിടെ 125 തോന്നുന്നുണ്ട്. അവിടേക്ക് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്.
അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉള്ള സമയത്ത് തന്നെ നമുക്കിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഒരു സ്ഥലം കേട്ടോ. നന്നായിട്ടുണ്ട് അവിടെ, നല്ല രസമുണ്ട് സെൽഫി എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് പോകുമ്പോഴാണ് ഇങ്ങനെ ഫ്ലവറുകൾ ഇങ്ങനെ റൗണ്ടിൽ കുറേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് പോലെ ഒരു സംഭവമാണ്, അതിൽ കുറേ നിറയെ ഫ്ലവറുകൾ ഇങ്ങനെ കുത്തി കുത്തി വെച്ചിട്ടുണ്ട്. സംഭവം നല്ല അടിപൊളിയാണ്, കാണാനൊക്കെ ഭംഗിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഓരോ ഭാഗത്ത് എത്തുന്തോറും ഓരോ ഷേപ്പിലാണ് ഇങ്ങനെ റൗണ്ടിൽ ആർച്ച് മോഡലിൽ കുറേ നീളത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അതൊരു ഹാർട്ട് ഷേപ്പിലും അങ്ങനെ വേറെയും കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അങ്ങനെ കണ്ട് നടന്നു കേട്ടോ. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അങ്ങനെ ഒരു ടണൽ പോലെ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ നിറയെ അങ്ങനെ തൂക്കിയിട്ടിട്ട്, പിന്നെ അത് കുറേ പക്ഷികളൊക്കെ, അതൊക്കെ ശരിക്കും സ്പോഞ്ചാണ്. പിന്നെ മീനുകളുടെ ഒരു കുഞ്ഞൊരു ഇതങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ മീനുകളുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞൊരു പുഴ പോലെ ആ ഒരു ഇത് സെറ്റ് ചെയ്തിട്ട് അതിൽ നിറയെ മീനുകളുണ്ട്. പിന്നെ അങ്ങനെ പക്ഷികൾ, മയിൽ, പൂമ്പാറ്റ, അങ്ങനെ കുറേ ആയിട്ട് തത്ത ഒക്കെ ഉണ്ട്. ഒക്കെ ഒരു സ്പോഞ്ച് കൊണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാതും ഇങ്ങനെ വെറുതെ ഇതിൻ്റെ അകത്ത് കൂടെ പോയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കാണാൻ കുഴപ്പമില്ല, ഒരു രസമുണ്ട്. എന്തായാലും വെറുതെ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് പോയിട്ട് നമുക്ക് അടുത്ത് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഇതായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങളങ്ങനെ അതിൻ്റെ അകത്ത് കൂടെ പുറത്തേക്ക് കടന്ന്, അപ്പോൾ ബാക്കി അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ ഈ ഫ്ലവർ വെച്ചത്. ആ ഒരു ആർച്ച് മാറിയിട്ട് പിന്നെ ഹാർട്ട് ഷേപ്പിലാണ് കുറച്ച് ഫ്ലവറിൻ്റെ ആ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ അങ്ങനെ തത്തേനെ കണ്ടു കേട്ടോ. അതായത് ഇതാണ് കേട്ടോ ആ ഒരു ടണൽ കണ്ടോ, അങ്ങനെ ഭയങ്കര കളറായിട്ട് നല്ല രസമുണ്ട് അവിടെ. പിന്നെ അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹൗസുകൾ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ലച്ചും ഇവരൊക്കെ ഒന്ന് പോയിട്ട് അതിൻ്റെ മുന്നിലൊക്കെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു. എല്ലായിടത്തും ഫോട്ടോ എടുക്കാം. പിന്നെ അങ്ങനെ ഓരോ സ്പോഞ്ചിൽ ഇങ്ങനെ ഒരു അരയന്നങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൊത്തം എല്ലാത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ നമുക്ക് ഈ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ ഓരോ വീടുകൾ, ഇത് അങ്ങനെ ഒരു ഫ്ലവർ ലേഡി അവിടെ നിൽക്കുന്നുണ്ട്, ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഒരു കുട്ടികൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഓരോ ഇതിൻ്റെ മുന്നിൽ കൂടെ പോയിട്ടും ഓരോ ജീവികളെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു നമ്മുടെ ഒരു മാൻകുട്ടി ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. എല്ലായിടത്തും നല്ല തിരക്കാട്ടോ. ഒരാൾ മാറാൻ വേണ്ടി അടുത്ത ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇതവിടെ പിന്നെ ഒരു പുഷ്പക വിമാനമുണ്ട് ഗൈസ്, പുഷ്പക വിമാനം. അപ്പോൾ വിമാനത്തിൻ്റെ ചിറകിലും വിമാനത്തിലും മൊത്തത്തിൽ ഫ്ലവറൊക്കെ കുത്തി വെച്ചിട്ട് ഭംഗിയുണ്ട് എന്തായാലും കാണാൻ. അങ്ങനെ നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ അവിടെ ക്യൂ ആണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് എടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് പോസ് ചെയ്ത്, പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ട്, ഇതാ മയിലുണ്ട്, മയിലിനെ ഉണ്ടാക്കിയിട്ട് അതിലും കുറേ ഫ്ലവറൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനെ ഇരിക്കാനും ഫോട്ടോ എടുക്കാനും സെൽഫി കോർണർ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും മൊത്തത്തിൽ കാണാനൊരു ഭംഗിയുണ്ട്. അതുകൊണ്ട് ഒരു ബട്ടർഫ്ലൈ കേട്ടോ. ഈ ബട്ടർഫ്ലൈയുടെ നടുവിൽ പോയി ഫോട്ടോ എടുക്കാനാണ് ഭയങ്കര തിരക്ക്. എന്നാൽ നമ്മൾ ഒന്നോ രണ്ടാൾ ഫോട്ടോ എടുക്കാൻ പോയി അവിടെ എല്ലാവരും പോയി നിൽക്കും, എല്ലാം പറഞ്ഞാൽ അവിടെ ആൾക്കാരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഫ്ലവർ കൊണ്ട് ഒരു ആനയും കൂടി ഉണ്ട് ഗൈസ് അവിടെ. ആനയെ കാണിച്ചു തരാം. പിന്നെന്താ ഫ്ലവർ ആന, ഒരു പിന്നെ സാധാരണ ഫ്ലവർ ആർട്ട് ഇങ്ങനെയുള്ള ഫ്ലവറൊക്കെ വിൽക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് ഈ ഒരു ഒച്ചിനെ മാത്രം ഫോട്ടോ എടുക്കാൻ ആർക്കും ആവശ്യമില്ല, അതിനൊരു അറപ്പുള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ബാക്കി എല്ലാത്തിൻ്റെ അടുത്ത് കൂടി ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കാട്ടോ. പിന്നെ അതുപോലെ മീനുകൾ, ഇതുണ്ട് ഒരു മീനും അതിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കുട്ടികളും കേട്ടോ. ഒരു അമ്മ മീൻ, അച്ഛൻ മീൻ. അപ്പോൾ അവരിനെ മേടിച്ചുകൊണ്ട് കുറേ കുഞ്ഞു മീനുകൾ കേട്ടോ. അത് നല്ലൊരു രസമായിട്ട് തോന്നി. ബാക്കി കുറച്ച് അപ്പുറത്തൊക്കെ വലിയ വലിയ മീനുകളാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇതാണ്ടോ ചെറിയ ചെറിയ കുട്ടികൾ. അപ്പോൾ അത് ഒരു നല്ല രസമായിട്ട് തോന്നി. പിന്നെ അവിടെ കൂന്, തവള, പിന്നെ അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് കുറേ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടിയുണ്ടോ, ഇത് പ്ലാസ്റ്റിക്കാണ് കണ്ടാൽ തോന്നും, ശരിക്കും നമ്മളെ സാധാരണ ചെടി പോലെ തോന്നി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു മക്രിത്തവള വെള്ളത്തിലേക്ക് നോക്കി മീനിനെ നോക്കി ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ആർട്ടിഫിഷ്യലായിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെ പിന്നെ സ്റ്റാളുകൾ തുടങ്ങുകയാണ്. പിന്നെ ബുക്ക് സ്റ്റാളുണ്ടായിരുന്നു, തുണികൾ, പിന്നെ അതുപോലെ അങ്ങനെയുള്ള മിഠായി കാര്യങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ് കുറച്ചൊക്കെ വാങ്ങിച്ചു കേട്ടോ. സ്പ്രേ വാങ്ങിച്ചു. പിന്നെ ഞാൻ ഇവിടുന്ന് കുറച്ച് നട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറുകൾ, പലതരം അച്ചാറുകൾ, എന്തൊക്കെ അച്ചാറാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ എല്ലാത്തിനും കൈ കാട്ടി സാമ്പിൾ വാങ്ങിയിട്ട് ഇങ്ങനെ പോയി.
അപ്പോൾ അങ്ങനെ അതേപോലെ അലുവ കുറേ ഐറ്റംസ് കുറേ സ്റ്റാള് പറഞ്ഞാൽ അതാണ് അവർ മെയിനായിട്ട് അവിടെ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്റ്റാൾ ഇടുക, അവർക്കൊരു ഉപജീവന മാർഗ്ഗമാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു സ്റ്റാളുകൾ. പിന്നെ അതങ്ങനെ കുട്ടികൾക്ക് പറ്റിയ പെന്ന്, പെൻസില്, ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് ഒരു റിങ് എറിഞ്ഞ് കഴിഞ്ഞാൽ ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്നത് കറക്റ്റായിട്ട് റിങ് അതിൽ പോയി പെട്ടാട്ടോ. അപ്പോൾ അത് 50 രൂപയ്ക്ക് 6 റിങ് കിട്ടും. അത് എറിയുക, ഒന്നിലും പെട്ടില്ല കേട്ടോ. ഞങ്ങളവിടെ നിന്ന് കുറേ നേരം നോക്കി, ആർക്കും ഒരു സാധനം കിട്ടിയതായിട്ട് നമ്മൾ കണ്ടില്ല. പിന്നെ കുറച്ചും കൂടെ എത്തിയപ്പോൾ പാനിപൂരി, ബജ്ജി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാനിപൂരി വാങ്ങിച്ചു കുറച്ച്, അത് അങ്ങനെ എല്ലാവരും ഓരോന്നൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് ആ ഒരു ഫ്ലവർ ഷോ നടക്കുന്നതിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ. അവിടെയും നമുക്ക് ഇതേപോലുള്ള റൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 തരം വെള്ളച്ചാട്ടവും പിന്നെ കുറച്ച് ഇൻസിഡ്സിൻ്റെ കുറച്ച് അങ്ങനെ ഒരു റോബോട്ടിക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവിടെ ഒടുക്കത്തെ തിരക്ക് കൗണ്ടറിൻ്റെ അവിടെ, ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്ക്. അതേപോലെ എൻട്രൻസിൻ്റെ അവിടെയും നല്ല തിരക്ക്. അപ്പോൾ ഞാൻ ഇനി ഈ ഒരു ദിവസം നമുക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൂട്ടി തിരിച്ച് വന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് എത്തി. വണ്ടിയൊക്കെ എടുത്ത് അതിൽ കയറി വണ്ടിയൊക്കെ പൊടി പിടിച്ച് കിടക്കണ്ടായിരുന്നോളും. ഭയങ്കര തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു ആ ഒരു ദിവസം. ലീവായതുകൊണ്ടാണെന്നാണ് തോന്നണത്. അങ്ങനെ നമ്മൾ കോങ്ങാട് വന്ന് സാഫ്രോണിൽ കയറി മന്തിയൊക്കെ കഴിച്ചിട്ടോ. പിന്നെ അവിടെ ഇറങ്ങാനും വേറെ എവിടെയും പാലക്കാട് നമ്മൾ ഹോട്ടലിലൊന്നും കയറാൻ നിന്നില്ല. കോങ്ങാട് വന്നിട്ടാണ് ഹോട്ടലിൽ കയറി കുട്ടികൾക്ക് മന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ എൻജോയ് ചെയ്തു. ഒരു ദിവസം അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ പുതിയ വണ്ടി ഓടിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു വണ്ടീനെ പറ്റി എന്തൊക്കെ അഭിപ്രായം വെച്ചാൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.